ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ ഹദീദിലെ 22, 23, 24 ഈ 3 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മാ അസ്വാബ, ഇതിൽ മാ എന്നതിലെ ദീർഘം അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അസ്വാബ, സോ എന്ന ശബ്ദം പ്രത്യേകം ശ്രദ്ധിച്ചില്ലേ? സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും രണ്ടിനും തഫ്ഖീം നൽകണം, പെരുപ്പിച്ച് കനപ്പിച്ച് സോ സോ എന്ന ശബ്ദം സ്വാബ എന്ന് പറയണം. മിം മുസീബ, സാക്കിന നൂനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകണം. മുസീബത്തിൻ ഫിൽ അർദ്, തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലാ ഫീ അൻഫുസികും, അവിടെ ഫീ എന്നതിലെ യാഇൻ്റെ ദീർഘവും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻഫുസികും എന്നതിലെ സാക്കിന നൂനിനെ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഇല്ലാ ഫീ കിതാബിൻ മിൻ, കിതാബിൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം. ഇത് അംബിഗുന്ന. മിൻ ഖബ്ലി, സാക്കിനാനൂൻ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിലും തഫ്ഖീം ഉണ്ടായിരിക്കണം, പെരുപ്പിച്ചുകൊണ്ട്. ഉന്ന മുഫഖമ നൽകി മിൻ ഖബ്ലി, ഖബ്ലി എന്നതിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. അതേപോലെ ഈ വീണ്ടും വരുന്ന നബറഅഹ, അവിടെയും ബായിന് സുക്കൂൻ ഖൽഖല വരുന്നുണ്ട്. അന്നബറഅഹ, നൂനിനെ ശേഷമുള്ള നൂനിൽ ലയിപ്പിക്കുക. സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി പൂർണ്ണമായും ശേഷമുള്ള നൂനിൽ ലയിപ്പിച്ച് മണിക്കണം. നബറഅഹ എന്ന പദത്തിൻ്റെ അന്ത്യത്തിൽ ഒരു ദീർഘം എഴുതപ്പെട്ടത് കാണാം, മദ്ദിൻ്റെ ചിഹ്നം. അത് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമേ നൽകേണ്ടതുള്ളൂ. അല്ലെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യണം. നബറഅഹ, നബറഅഹ. റാഇൻ്റെ തഫ്ഖീമാണ്, എന്നാൽ ഹംസയും ഹാവും ഒന്നും തഫ്ഖീം നൽകാതെ ഉച്ചരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നബറഅഹ. ഇന്ന നൂൻ മുശദ്ദദ മണിക്കുക. യസീർ എന്ന റായിൽ തർക്കീഖാണുള്ളത്. വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂനും മുമ്പിൽ സാക്കിനായ യാവും ഉണ്ട് എന്നതുകൊണ്ട് റായിനെ തർക്കീഖ് ചെയ്യണം. യസീർ. ലികൈ ലാ തഅസൗ, തഅസൗ ഹംസ ഷദീദായ ഹർഫാണ്. അപ്പോൾ തഅസൗ എന്ന് പറയരുത്, പലപ്പോഴും തെറ്റിക്കാറുള്ള ഒരു പദമാണത്. തഅസൗ എന്ന് പറയും, അങ്ങനെ പറയരുത്. തഅസൗ, തഅസൗ അലാ മാ ഫാതകും. കും എന്നതിലെ മീം സാക്കിൻ ഇൽഹാർ ഷഫവി. മാ ഫാതകും വലാ തഫ്റഹു, വാവിന് മുമ്പിൽ അത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ബിമാ ആതാകും, ബിമാ എന്നതിലെ ദീർഘം മുൻഫസിലായ ജായിസ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വല്ലാഹു, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മുഖ്താലിൻ എന്നതിലെ തൻവീൻ
ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫഖൂർ റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. അല്ലദീന യബ്ഖലൂന ബാഇന ഖൽഖല നൽകുക. ശബ്ദം ചലിപ്പിച്ച് സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കുക. വയമുറൂന നേരത്തെ പറഞ്ഞ തസൗ പറഞ്ഞതുപോലെ യമുറൂന യമുറൂന പറയത് യമുറൂന നാസ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബിൽ ബുഖ്ൽ ബിൽ ബുഖ്ൽ ബുഖ് ഖ് ശബ്ദം ചലിപ്പിക്കരുത്, ഖൽഖല വരരുത്. ബിൽ ബുഖ്ൽ വമൻ യതവല്ല ഫഇന്നല്ലാഹ വമൻ എന്നതിലെ സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ഭാഗികമായി യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഫഇന്ന നൂൻ മുശദ്ദദ മണിക്കുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിലെ ലാമും അലിഫും രണ്ടും തഫ്ഖീം ചെയ്യണം. അല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അൽ ഗനിയ്യു ഗൈന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അൽ ഹമീദ് ദ് എന്ന് കേൾപ്പിക്കണം. ഖൽഖലത്തിൻ്റെ ഹർഫാണ്. വഖഫിൻ്റെ സന്ദർഭത്തിൽ ഖൽഖല കൂടുതൽ വ്യക്തമാവേണ്ടതുമാണ്. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ലഖദ് എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഖാഫ് തഫ്ഖീമിൻ്റെ ഹർഫാണ് എന്നത് മറന്നു പോകരുത്. ലഖദ് അർസൽന റാഇന് തഫ്ഖീമുണ്ട്, മറ്റ് അക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. അർസൽന റുസുലന അവിടെ റാഇന് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ബിൽ ബയ്യിനാതി وأنزلنا معهم الكتاب والميزان. ഇവിടെ ഒന്നും തഫ്ഖീമിൻ്റെ ഹർഫുകൾ വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിയഖൂമ ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. അന്നാസു നൂൻ മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂൻ മണിക്കണം. ബിൽ ഖിസ്ത് ഖാഫ് ഇവ രണ്ടും തഫ്ഖീം ചെയ്യണം. സീനിന് തർക്കീഖ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖിസ്ത് എന്ന് സ്വാദായി പോകരുത്, സീന് സ്വാദായി പോവരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ സീനിനൊപ്പിച്ച് ത ആയി പോവുകയും ചെയ്യരുത്. ഖിസ്ത് എന്ന് ത ആയി ഉച്ചരിക്കരുത്, അതും ശ്രദ്ധിക്കണം. ബിൽ ഖിസ്ത്
ത്വാ. ത്വാന് എന്തൊക്കെയുണ്ട്? തഫ്ഖീമുണ്ട്, കൽക്കലയുണ്ട്. വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നത് കൊണ്ട് കൽക്കലയുടെ പ്രകടമായ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ വരേണ്ടതായ സന്ദർഭമാണ് വഖഫ് എന്നത്. അപ്പോൾ ബിൽഖിസ്തോ, ബിൽഖിസ്തോ. വഅൻസൽന ഇഖ്ഫാ ഹഖീഖി നൽകി സാക്കിന നൂനിനെ മണിക്കണം. അൽ ഹദീദ, ഹ ശ്രദ്ധിക്കുക. ഫീഹി ബഅ്സുൻ ഷദീദ്, ബഅ്സുൻ. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. ബഅ്സുൻ ആയി പോയത്, ബഅ്സുൻ. ബഅ്സുൻ ഷദീദ്, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. ഷദീദുൻ വ, ആ തൻവീൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ഷദീദുൻ വമനാഫിഉ ലിന്നാസി, നൂൻ മുശദ്ദദ മണിക്കണം. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു, മൻ എന്നതിലെ സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന യാഇൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. യൻസുറുഹു സാക്കിന നൂൻ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം ഉണ്ടാവണം. ഗുന്ന മുഫഖമ, സ്വാദ് തഫ്ഖീമിൻ്റെ ഹർഫായതുകൊണ്ടാണ്. മൻ പോരാ, യൻസുറുഹു. വറുസുലഹു ബിൽ ഗൈബ്, ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം. ബായിൽ ഖൽഖല നൽകണം, ശ്രദ്ധിക്കുക. ബിൽ ഗൈബ് മദ്ദ ആരിദിൻ്റെ വിധി അനുസരിച്ച് നീട്ടാവുന്നതാണ്. ഇന്നല്ലാഹ, നൂൻ മുശദ്ദദ മണിക്കുക. ഖവിയ്യുൻ അസീസ്, ഖവിയ്യുൻ എന്ന തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز.